Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഷാമ്പൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ്, എത്രത്തോളം അത് വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ നമുക്ക് വേഗം വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇത് അർബൻ യോഗിൻ്റെ ഡ്രൈ ഷാമ്പൂ ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഡൗട്ടുകൾ. ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലും കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് അർബൻ യോഗിൻ്റെ ഡ്രൈ ഷാമ്പൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് സ്പ്രേ ആണ്. നമ്മൾ ഷാമ്പൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ അല്ല, ഇത് ഡ്രൈ ഷാമ്പൂ ആണ്, ഇത് സ്പ്രേ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മൾ ഡെയിലി, ചില ആൾക്കാർ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരായിരിക്കാം, ചില ആൾക്കാർ ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളല്ല. ഞാനത് ആഴ്ചയിൽ 2 ടൈംസാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ മടിയായിട്ടല്ല, കാരണം എൻ്റെ മുടി കുറച്ചും കൂടി ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, എണ്ണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എനിക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ്. എണ്ണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോകാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡ്രൈ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു ഡ്രൈ ഷാമ്പൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഹെയറിന് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം 2 ഡേയ്സായി ഹെയർ വാഷ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചീകിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഹെയർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ഭംഗിയില്ലാത്ത ഹെയർ. അപ്പോൾ ഈ ഡ്രൈ ഷാമ്പൂ യൂസ് ചെയ്യുന്നതിന് മുൻപുള്ള കോലാണ് കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ 2 കോലും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോലത്തിൽ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ക്ലിപ്പ് ചെയ്ത് വെച്ചതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിത് ഈ ഒരു സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യാം, നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടോ, സ്പ്രേ ആണ് സംഭവം കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരേ പാർട്ടായിട്ടാണ് കേട്ടോ ഹെയർ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇടിച്ചു കൊടുക്കുക. അതായത് ഒരു 8 ഇഞ്ച് നീക്കി വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട്. ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്യരുത്. അതുപോലെ തന്നെ കണ്ണിലൊക്കെ പോകാൻ തന്നെ സൂക്ഷിക്കണം കേട്ടോ. കണ്ടോ കണ്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്തപ്പോൾ തന്നെ ആ ഹെയർ കണ്ടോ നല്ലോണം സ്മൂത്ത് ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ, അങ്ങനെ നമുക്ക് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്പ്രേക്ക് നല്ല സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ്. കണ്ടു. അപ്പം ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലെയും ഈ സൈഡിലെയും എൻ്റെ ഹെയർ തമ്മിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്.
കണ്ടോ? എൻ്റെ ഈ വശവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ? ഈ ഒരു വശം നല്ലോണം ഇങ്ങനെ ഫ്രിസി ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര ഡ്രൈ ഹെയർ ആയിട്ടാണ് ഈ ഒരു വശം ഇരിക്കുന്നത്. ഇപ്പുറത്തെ വശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഷൈനിങ് ഉള്ള പോലെ ഉണ്ട്. കണ്ടോ? കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ UrbanYogന്റെ ഡ്രൈ ഷാമ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടിപൊളി ഷാമ്പൂ ആണ് കേട്ടോ. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് മൊത്തത്തിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ.